ബി.ജെ.പിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് കുമ്മനം രാജശേഖരൻ. അതായത് ബി.ജെ.പിയുടെ പല നയപരമായ തീരുമാനങ്ങൾ എടുക്കുവാനും യോഗ്യതയുള്ള അധികാരമുള്ള കേരളത്തിലെ ബി.ജെ.പി നേതാവ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം മനോരമയ്ക്ക് നൽകിയ ഒരു ഓൺലൈൻ അഭിമുഖത്തിൽ കേരളത്തെ രാമകേരളം എന്ന രീതിയിൽ വിശേഷിപ്പിച്ചു. കേരളം രാമകേരളമാണെന്നും കേരളത്തിൻ്റെ വേരുകൾ രാമനുമായി ബന്ധപ്പെട്ടതാണെന്നും അതിൻ്റെ അടയാളങ്ങൾ പലതും കേരളത്തിൽ ഉണ്ട് എന്ന തരത്തിലായിരുന്നു അദ്ദേഹം അഭിമുഖത്തിൽ പറഞ്ഞത്. ബി.ജെ.പിയിലും ആർ.എസ്.എസിലും അവരുടെ ഔദ്യോഗികപരമായ പല പരിപാടികളിലും പണ്ടുകാലങ്ങളിൽ ഇന്ത്യയെ ഭാരതം എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഭാരതം എന്നു തന്നെയാണ് അവർ ഇന്നും. ഇന്ത്യയുടെ അധികാരത്തിൽ ബി.ജെ.പി എത്തിയപ്പോഴും ഇന്ത്യയുടെ ഔദ്യോഗികപരമായ പല പരിപാടികളിലും പ്രത്യക്ഷമായും പരോക്ഷമായും ഭാരതം എന്ന് തന്നെ ഉപയോഗിക്കുന്നുമുണ്ട്. അതിൽ ചെറിയ പ്രതിഷേധങ്ങളൊക്കെ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ തന്നെ ഭാരതം എന്ന് വിളിക്കണമെന്ന് നിർബന്ധമില്ല എന്ന തരത്തിലേക്കൊക്കെ ഉള്ള ഒരു മറുപടി പറഞ്ഞിരുന്നുവെങ്കിലും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഇപ്പോഴും അവർ ഇന്ത്യ എന്ന പേര് മറന്ന് ഭാരതം എന്ന പേരിലേക്ക് ചേക്കേറുകയാണ്. ബി.ജെ.പിയുടെ പല നേതാക്കന്മാരും ബോധപൂർവം തന്നെ ഇന്ത്യ എന്ന പേര് ആദ്യം പറഞ്ഞതിന് ശേഷം പിന്നീട് ഭാരതം എന്ന് തിരുത്തി പറയുന്നതും പല വേദികളിലും പല മാധ്യമങ്ങളിലൂടെയും നമ്മൾ കണ്ടതുമാണ്. അത്തരത്തിൽ ഒരു അജണ്ട കേരളത്തിലും നടപ്പാക്കുവാനുള്ള തന്ത്രപരമായ നീക്കത്തിന്റെ ആദ്യ ഭാഗമാണ് ഇതെന്ന് കരുതേണ്ടതായുണ്ട്. കാരണം പറഞ്ഞത് കുമ്മനം രാജശേഖരനാണ്. നയപരമായി ബി.ജെ.പി എടുക്കുന്ന പല തീരുമാനങ്ങളിലും അഭിപ്രായം പറയുവാൻ കരുത്തുള്ള നേതാവാണ് കുമ്മനം രാജശേഖരൻ. അത് മാത്രമല്ല, ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ കരസ്ഥമാക്കി രണ്ടാം സ്ഥാനത്ത് വന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് കുമ്മനം രാജശേഖരൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾക്കും അത്രമേൽ പ്രാധാന്യം കൊടുക്കേണ്ടതായുണ്ട്. അദ്ദേഹം മനോരമ ഓൺലൈന് നൽകിയ ആ അഭിമുഖത്തിൽ വ്യക്തമായും കേരളത്തിനെ രാമകേരളം എന്നു തന്നെയാണ് പറയുന്നത്. നമുക്ക് ആ അഭിമുഖത്തിന്റെ ഭാഗങ്ങളൊന്ന് വായിക്കാം. അദ്ദേഹത്തോട് മനോരമ ഓൺലൈൻ റിപ്പോർട്ടർ ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്: അയോധ്യയിലെ ക്ഷേത്രപ്രതിഷ്ഠ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് അനുകൂലമാകുമോ? അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: തീർച്ചയായും കേരളം രാമകേരളമാണ്. കേരളത്തിന്റെ മനസ്സ്, ആത്മാവ് അത് രാമനുമായി ബന്ധപ്പെട്ടതാണ്. അതിന്റെ പുനരുജ്ജീവനവും പുനരുദ്ധാരണവും വരും കാലങ്ങളിൽ കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നു. കാരണം കേരളത്തിന്റെ അടിവേരുകൾ രാമനുമായി ബന്ധപ്പെട്ടതാണ്. രാമായണ മാസം ആചരിക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. ശബരി ആശ്രമം, ജടായുപ്പാറ എന്നിവയും കേരളത്തിലാണ്. കേരളത്തിന്റെ മനസ്സ് രാമനോടൊപ്പമാണ്. അതിന്റെ അലയൊലികൾ കേരളത്തിലും ഉണ്ടാകും. ഇത് ഒരു താക്കീതാണ്. ഇന്ത്യ ഭാരതമാക്കുന്നത് പോലെ കേരളം രാമകേരളമാക്കുവാനുള്ള തന്ത്രപ്പുറപ്പാട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനോടൊപ്പം മത്സരിച്ചുകൊണ്ട് രണ്ടാം സ്ഥാനത്തേക്ക് 3,16,142 വോട്ടുകൾ കരസ്ഥമാക്കി ബി.ജെ.പിയുടെ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയ നേതാവ് എന്ന തരത്തിലും ബി.ജെ.പിയെ കേരളത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന നേതാവ് എന്ന തരത്തിലും ശബരിമല സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ആദ്യ പട്ടികയിൽ തന്നെ ബി.ജെ.പി അംഗീകരിക്കുന്ന സ്ഥാനാർത്ഥിയായി മുൻപോട്ട് വയ്ക്കുന്ന പേര് കുമ്മനം രാജശേഖരൻ്റെതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾക്കും അത്രമേൽ പ്രാധാന്യം നൽകേണ്ടതായുണ്ട്. അത് കേരളത്തിൽ ഏതു വിധേയനെയും അടിച്ചേൽപ്പിക്കുക എന്ന തരത്തിന്റെ ആദ്യ ചുവടുവെപ്പായി തന്നെ ഇത് കരുതേണ്ടതായുണ്ട്. ഇതിനെ പ്രതിരോധിക്കുവാൻ ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ എടുക്കുവാൻ പോകുന്ന നിലപാടുകൾ എന്തായിരിക്കുമെന്നത് കണ്ടറിയേണ്ടതാണ്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര നിർമ്മാണത്തിൽ ആദ്യഘട്ടങ്ങളിൽ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്ന ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ പിന്നീട് നയപരമായ ഒരു തീരുമാനമെടുക്കുന്ന തരത്തിലേക്ക് മാറുന്നത് പോലെ കേരളം എന്ന വാക്ക് രാമകേരളമാക്കി മാറ്റുവാനുള്ള കുമ്മനം രാജശേഖരന്റെ തന്ത്രപരമായ ഈ രീതി എപ്രകാരം മറികടക്കുവാനാണ്, എപ്രകാരം പ്രതിരോധിക്കുവാനാണ്, അതിനെതിരെ എപ്രകാരം പ്രതിഷേധിക്കുവാനാണ് ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ തയ്യാറെടുക്കുന്നത് എന്നത് വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചയാകാൻ പോകുന്നതും തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഈ സമയത്ത് ഇത്തരത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെയുള്ള ഈ പേരുമാറ്റലൊക്കെ ഏത് തരത്തിൽ ബി.ജെ.പിക്ക് അനുകൂലമാകുമെന്നൊക്കെ കണ്ടറിയണം.